ഹലോ. അപ്പോൾ താണ്ട് ഞാനാണെങ്കിലോ ഈ രാവിലെ തൊട്ട് ഈ പാവാടയിൽ ഞൊറി പിടിച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് വിനയമാണ്. അവരെല്ലാവരും റെഡിയായി, ഞാൻ മാത്രം റെഡിയായിട്ടില്ല. രാവിലെ എല്ലാവരും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര മാറ്റം തന്നെയായിരുന്നു. എല്ലാവരും ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് എന്തൊരു സുന്ദരിമാരാണ് അവരൊക്കെ. അങ്ങനെ ഞാൻ റെഡിയാവാതെ ഞാൻ മാത്രം പല്ല് പോലും തേക്കാണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ വേഗം പോയി റെഡിയായി വന്നു, കുളിച്ചിട്ടൊക്കെ റെഡിയായി വന്നു. ഇത് ഉടുപ്പ് മീഷോന്ന് മേടിച്ചത്. പാവാട ഞാനൊരു സാരിയിൽ നിന്ന് ഞാൻ അത്യാവശ്യം തയ്ക്കും. അങ്ങനെ ഒരു സാരി എടുത്ത് തയ്ച്ചതാണ് പാവാട. അങ്ങനെ ഇതിൻ്റെ ഷോളും ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. എല്ലാം വേറെ വേറെ ഒരു ബന്ധമില്ലാണ്ട് മേടിച്ചു. ഏകദേശം മാച്ചായതാണ് തോന്നുന്നത്. ഇവരൊക്കെ കണ്ടിട്ട് പറഞ്ഞു നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വളയൊക്കെ എല്ലാ വർഷവും ഈ വള തന്നെ ഇടുന്നുണ്ട്. വള കേടാവാതെ ഇതിന് മാത്രമല്ലേ ഇടുന്നുള്ളൂ. ഓണം പരിപാടിക്ക് മാത്രം തന്നെ ഈ വള യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് വേഗം പോകുന്നത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. ഞങ്ങൾക്ക് ലീവൊന്നുമില്ല ഓണപ്പരിപാടിയായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ആർക്കും ലീവിലുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വെച്ച് നിന്നതാണ്. അപ്പോൾ അതത് വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഇതിലൂടെ ആഡ് ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ ഡ്യൂട്ടി പോയി പേഷ്യൻസിൻ്റെയൊക്കെ BP ഫസ്റ്റ് ചെന്നത് നമ്മൾ പേഷ്യൻസിൻ്റെയൊക്കെ BP ഒക്കെയാണ് നോക്കുന്നത്. അതിന് മുന്നേ തന്നെ രാവിലെ വേറെ ഷിഫ്റ്റുകാർ കയറി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ റെഡിയാവാണ്ട് അത്യാവശ്യം ടൈം കിട്ടി. അപർണയൊക്കെ ഇടയ്ക്ക് വന്നിട്ടൊക്കെ റെഡിയായത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ പരിപാടി എന്താണെന്നൊക്കെ പോയി കാണണം. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, പരിപാടിയൊന്നും കാണാൻ പോയിട്ടേ ഇല്ല. എന്താ പരിപാടി അങ്ങനെ ഒന്നും നമുക്ക് ഒരു പിടിയില്ല. അപ്പോൾ നല്ല ആഗ്രഹമുണ്ട് പോകണമെന്ന് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ വേഗം പണി നിർത്തിയിട്ട് അങ്ങോട്ട് വേഗം ഇപ്പം ഞങ്ങൾ പോകുന്നുണ്ട് പരിപാടി കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് പരിപാടിയൊന്നും വേറൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ ജസ്റ്റ് ഇങ്ങനെ ചെണ്ടമേളം കണ്ടിട്ട് ഇങ്ങ് വന്ന് പിന്നെ ക്ലോസ് ചെയ്തിട്ട് സമാധാനമായിട്ട് പോകാമല്ലോ. പിന്നെ സെക്കൻഡ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ ഗാഥയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് എനിക്കും അങ്ങനെ മൈലാഞ്ചി ഉണ്ടോയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇട്ട് അതിന് ശേഷമൊക്കെ ക്ലോസിങ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഞങ്ങൾ വീണ്ടും പരിപാടി കാണാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഓണസദ്യ കഴിക്കണം, പരിപാടി കാണണം, ഇതായിരുന്നു അന്നത്തെ മെയിൻ ഇത്. അതിന് ഞങ്ങൾ ചെന്നതും ഒരു ചെക്കൻ്റെ പാട്ടായിരുന്നു. ആ പാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളിലോട്ട് പോയി നിൽക്കണം. കാരണം ഞങ്ങളുടെ അനുജൻ്റെ ഡാൻസ് ഉണ്ട് അടുത്തത്. അപ്പോൾ അനുജൻ്റെ ഡാൻസ് കാണാനായിട്ട് ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കാണണം കഴിഞ്ഞോ എന്നൊക്കെ പോയി ചോദിച്ചിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോഴത്തെ നമ്മൾ ചെന്നതും ആ പാട്ട് കഴിഞ്ഞതും അനുജൻ്റെ ഡാൻസായിരുന്നു. അതിന് നല്ല രസമുണ്ടായിരുന്നു അവൾ കഴിച്ചത്. ശരിക്കും ഞങ്ങൾ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ ബേക്കിലാണ് നിൽക്കുന്നത്. റെഡ് ഉടുപ്പിട്ടതാണ് ഞങ്ങളുടെ അനുജ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവൾ കളിച്ചത്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാനെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ട അവളെ തന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു തീരുന്നവരെയും. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ സദ്യ കഴിക്കാൻ പോയായിരുന്നു. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. സദ്യയിലുണ്ടായിരുന്നെങ്കിൽ പൊന്നേരി ചോറായിരുന്നു. അങ്ങനെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ മെയിനായിട്ട് എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ട ഫോട്ടോ എടുക്കാനാണല്ലോ. അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുത്തപ്പോൾ ഹാപ്പി ഓണം.